എന്താ മണവാട്ടി? ഒന്നുമില്ല. കല്യാണം അടുക്കുന്തോറും പെണ്ണിന് നാണം കൂടിക്കൂടി വരിക. സത്യേട്ടൻ വന്നേലും കൂടുതൽ ക്ഷീണിച്ചു. ആ കല്യാണമൊക്കെ ഒന്ന് കഴിയട്ടെ, ഞാൻ തീർത്തു തരാം. ചേട്ടൻ എടാ, നീ എന്റെ പെങ്ങളെല്ലാം പറഞ്ഞോടാ. ഏയ്, പെണ്ണ് മണവാട്ടി അവഞ്ഞു തുടങ്ങിയെന്ന് പറയായിരുന്നു. ആ പിന്നെ കൊണ്ടുവന്ന മിലിറ്ററിയൊക്കെ തീർന്നുപോയി. നമുക്കൊന്ന് പുറത്തോട്ടിറങ്ങി അല്പം ഫോറും വല്ലതും സംഘടിപ്പിക്കാൻ നോക്കാം. നേരെ ഒത്തിരി ആവല്ലടാ. സാരമില്ല അളിയാ, നമുക്കൊരു സൈക്കിൾ എടുത്ത് പോയിട്ട് വരാന്നേ. ശരി, എന്നപ്പോ ഹലോ. എന്താ? ഞങ്ങൾ ഇപ്പൊ വരാം. എന്തുവാ രണ്ടുപേരും കൂടി പ്ലാൻ ഇട്ടിരിക്കണേ? നാലുകാല് വരാനുള്ള ഉദ്ദേശാണോ? ഞങ്ങൾ ഇപ്പോഴും വരില്ലേ. ഞാനിവിടെ ഒറ്റയ്ക്കാണെന്നുള്ള വിചാരം വേണം ചേട്ടൻ. ഓ പിന്നെ, നിന്നെ അങ്ങ് കൊത്തിക്കൊണ്ട് പോകാൻ പോവല്ലേ. ആണളിയാ. വേല കയ്യിലിരിക്കട്ടെ. ഈ വായനോട്ടൊക്കെ എവളെ കെട്ടിയിട്ട് മതി. വാ. അളിയ അളിയ, ഇതാണ് നമ്മുടെ എഞ്ചിനീയർ സാർ. സാർ, ഇത് എന്റെ അമ്മാവന്റെ മോനാണ്. ആ, പട്ടാളല്ലേ? സാറിനെ പറ്റി കേട്ടു, പരിചയപ്പെടാവത്തില്ല. ഏതായാലും നമുക്ക് സൗകര്യമായി പരിചയപ്പെടാം. ഞാൻ വീട്ടിലേക്ക് വരാം. അയ്യോ, അത് എടാ, സാറ് നിന്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളൊന്ന് ടൗണിൽ പോയാണ്. ആ, പോയിക്കോളൂ, പിന്നെ കാണാം. ശരി. കേരളീയ, ഒന്ന് വേഗം ചവിട്ടളിയാ. ഇങ്ങനെ പോയാലും നേരം എടുത്താലും വീട്ടിലെത്തുകയല്ല. ഒന്ന് പോയാൻ്റെ അളിയാ. ഡീസൽ തീർന്ന ട്രക്ക് അരമണിക്കൂർ കൊണ്ട് 5 മൈൽ തള്ളി എത്തിച്ചവനെ സത്യൻ. പിന്നീട് ഈ തുക്കട സൈക്കിള്. അളിയാ നോക്കിയോ, 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ടൗണിലെത്തും. ആ, സത്യനോട്ട് വേണ്ട. ബാബുജി റെസ്റ്റോറന്റ് സൂക്ഷിച്ച് പിടിച്ചാളിയാ. പിടിച്ച ഞാൻ സൈക്കിളിൽ ഓട്ടിക്കോളാതെ. സൈക്കിളല്ല അവന്റെ പേര്. ഞാൻ ട്രക്ക് ഒറ്റ കൈ കൊണ്ട് എടുത്ത് നോക്കിയിട്ട് അളിയൻ അറിയോ? അത് ഞാൻ സൈക്കിൾ ഔട്ടി എനിക്ക് ജയം പിടിച്ചാളി. അളിയ ചവിട്ടി കൊള്ളാമല്ലോടാ. ഈ നാട്ടിൽ പോലീസുകാർക്ക് ഒരു വിലയില്ലാതെ. എന്തുവാണ് നിന്റെ പേര്? നായക് സത്യൻ, മദ്രാസ് റെജിമെന്റ്. ആ, പട്ടാളക്കാരനാണല്ലേ. നിന്റെ പേരും എന്റെ പേരും? ഗോപാലൻ ദാമു, മക്കാല വീട്, ഇടവ. മക്കാല വീട്, ഇടവ. സമൻസ് വരുമ്പോ കോടതിയിൽ ഹാജരാവണം. അളിയോ, തള്ളളിയോ, തള്ളു. ഇങ്ങോട്ട് ഇത് എത്ര കേട്ടതാണ്. ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടുന്നതിന് ഇവിടുന്ന് പോകും. നീ ഒച്ച വച്ചാലും ഇല്ലെങ്കിലും നഷ്ടം നിനക്കാൻ.
ഞാൻ സൂക്ഷിച്ചോളാം. സൂക്ഷിച്ചോളിയാ. ഇറക്കം ഇറക്കോണം. അല്ലയോ ഇതങ്ങനെ പിടിച്ചേ. ഞാൻ ഇതും തൂക്കിക്കൊണ്ട് വീട്ടിലോട്ട് ചെല്ലും. നമ്മുടെ കാരണവരുണ്ടല്ലോ, ഈ വില ഒറ്റ അടിക്ക് അടിച്ച് കാലിയാക്കി കയ്യിൽ ഇങ്ങോട്ട് തരും. അത് ശരിയാ. അത് ശരിയല്ല. പിന്നെ ഓണത്തിന് നമ്മ മുഴു പട്ടിണിയാ. അതുകൊണ്ട് ഇവനെ ഭദ്രമായിട്ട് ഐശ്വര്യമായിട്ട് അകത്തോട്ട് കൊണ്ടുപോയിച്ച് ഞാൻ പോണു. വിശന്നിട്ട് ഉടലെ എടുത്തിട്ട് വയ്യ. അല്ല ഈ ഒരു കടിയനല്ലേ ഞാൻ കയറ്റിക്കൊണ്ട് വന്നത്. പോയാട്ടെ. ഗുഡ് നൈറ്റ്. മാലു 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 മാലൂടെ വന്നു. ഇല്ല, എന്റെ മാലുവിനെ കാണുന്നില്ല അമ്മാവ. എന്താണ് നമ്മളെ നീ പറയുന്നത്? ഞങ്ങള് പട്ടണത്തിൽ പോയി വന്നപ്പോ അവളെ വീട്ടിൽ കണ്ടില്ല. നീ എല്ലായിടത്തും തിരക്കിയോ? ഞാനിനി അന്വേഷിക്കാത്ത സ്ഥലമില്ല. നമുക്ക് തിരക്കാം. ചാത്തമ്മേ ഒരു ചൂട്ടിയായിട്ട് കഴിഞ്ഞെടുത്തേ. ഇപ്പൊ കൊണ്ടുവരും. കണ്ടോ മോനെ? കണ്ടില്ല അമ്മേ. രാമു 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 എഴുന്നേക്ക്. ഇങ്ങനെ ദുഃഖപ്പായം കിടന്നാലോ? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അവള് അതിന് നീ എത്ര നാളായി ജോലിക്ക് പോയിട്ട്? ഞാനിനി ആർക്ക് വേണ്ടിയാണ് സമ്പാദിക്കുന്നത്? കസ്റ്റഡിക്ക് വേണ്ടി. എത്ര കരഞ്ഞാലും ചത്തുപോയി തിരിച്ചു വരുമോ? പാ എന്നിട്ട് വാ. അമ്മാന്ന് പറഞ്ഞു കൊടുത്ത ഞാനുണ്ടല്ലോ, എനിക്ക് സമ്പാദിച്ചാ പാ. കരുതാത്തത് സംഭവിച്ചു പോയി എന്ന് വിശ്വസിക്കൂ. ഞാൻ നിന്നെ ഒരിക്കലും ചതിക്കില്ല.
ലീവ് തീരുന്നതിന് മുമ്പ് ഞാൻ പോവുകയാണ്. നീ കൂടി പോയാൽ ഇനിയും എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ദാമു, ദാമു, വിധി അങ്ങനെയായിരുന്നു ദാമു. ഇങ്ങനെ ദുഃഖിച്ചിരുന്നാൽ മരിച്ചവർ തിരിച്ചു വരുമോ? എന്റെ ജീവനായിരുന്നു എന്റെ പെണ്ണ്. അവൾക്ക് 3 വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിച്ചത്. അതിനുശേഷം അവളുടെ അച്ഛനും അമ്മയും എല്ലാം ഞാനായിരുന്നു സർ. എല്ലാം മറക്കാൻ ശ്രമിക്കുതാമോ. നാളെ മുതൽ ജോലിക്ക് വരും. അപ്പോൾ മനസ്സിന് ആശ്വാസം കിട്ടും. ദാമോട്ടൻ ഊണ് കഴിക്കാൻ വരാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ശരി, ഞാൻ പോട്ടെ. നമ്മുടെ കരീമിനെ കണ്ടിട്ട് കുറെ ആയല്ലോ. അതറിഞ്ഞില്ലേ, അവൻ കടല് കിടന്ന് ഇല്ലെങ്കിൽ 24 മണിക്കൂർ നേരവും എന്റെ കൂടെ കാണും. എന്റെ പ്രേമൊക്കെ അതൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട്. ഒരു ഇര കുത്തിയിട്ട് ഒത്തിരി കാലമായി. നീ അവളെയും കൂട്ടിട്ട് വാ. അത് നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം അവിടെ. എലിപ്പോ പോയിട്ട് വാ. ഞാൻ ആ പൊളിഞ്ഞ ബംഗ്ലാവിൽ കാണും.